ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിൽവർ സ്റ്റുഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. കുറച്ച് നാളായി വീഡിയോ ഇടാൻ ഡിലേ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരു ഗാർഡനിങ് കണ്ടന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ മണി പ്ലാന്റിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിയോൺ പോത്തോസിൻ്റെ വെറൈറ്റിയാണ് നമ്മളിന്ന് മാറ്റി നടാൻ പോകുന്നത്. നിയോൺ പോത്തോസിൻ്റെ വെറൈറ്റി ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത്യാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് അത് വളർന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്ന പ്ലേസ് കറക്റ്റ് അല്ല, കാരണം വെയിൽ കൊണ്ട് കുറേ കരിഞ്ഞു പോയി. അപ്പം നമുക്കത് മാറ്റിയെടുക്കണം. ഇത് കണ്ടോ, ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ മതിലിൻ്റെ ചുറ്റും തന്നെ ഇത് പടർന്ന് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ വളർന്ന് വന്നായിരുന്നു. പക്ഷേ നിൽക്കുന്ന പ്ലേസ് കറക്റ്റ് അല്ല, കണ്ടോ, നല്ലപോലെ ഇല കരിഞ്ഞു പോയി, നല്ല വെയിലടിക്കുന്ന സ്ഥലമായി പോയി. ഇത് ഡയറക്റ്റ് ഷെയ്ഡൊന്നും ഇവിടില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ഷെയ്ഡി വളരുന്നൊരു പ്ലാന്റാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോഴത്തേക്കും ഇതൊന്ന് മാറ്റി നടാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. അത്യാവശ്യം നമ്മൾ ഈ കരിഞ്ഞ ഭാഗമൊക്കെ ഇന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കണ്ടോ ഭയങ്കര വലുതായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ റൂട്ട്സ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, കണ്ടോ ഇത്രയും വലിയ റൂട്ട്സ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ വീടൊന്ന് പെയിൻറ്റ് അടിക്കാനും പ്ലാനുണ്ട്. അപ്പം ഇതെന്തായാലും മാറ്റി പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു മാറ്റി നടുന്നൊരു വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കിത് ഇതിലെ ഈ കരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ടോ, ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഇലകളൊക്കെ കട്ട് ചെയ്തെടുക്കാം. എന്തായാലും നമ്മൾ പുതിയതായിട്ട് നടാൻ പോവുകയാണ്, അപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ടിരിക്കട്ടെ. ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഏതാണ്ട് ഇതിൻ്റെ ഈ ഇലയും കരിഞ്ഞിരിക്കണം, നമുക്ക് അതുകൊണ്ട് കട്ട് ചെയ്യാം. എന്തായാലും കട്ട് ചെയ്തല്ലേ. ഓക്കെ, ഇത്രയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇലയ്ക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ ഷെയ്ഡ് മാറുന്നുണ്ട്, നല്ല മഞ്ഞ കളറായി വരുന്നുണ്ട്. ഈ മഞ്ഞ കളറാണ് പിന്നീട് കരിയുന്നത്. അപ്പം ഇത് നമുക്കങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇപ്പോഴേ മരം ഇവിടെ കണ്ടോ, നമ്മൾ മതിൽ നടുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ ഇതൊക്കെ റൂട്ട്സോടെ കണ്ട് ഇങ്ങനെ അങ്ങ് വന്നിട്ടുണ്ട്. നമ്മളിത് മാറ്റി നടുവാണ്. ഇവിടെ ഇനി പെയിൻ്റ് അടിച്ച് സെറ്റാക്കാനുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും, നല്ല ഗ്രോത്ത് ഉണ്ട് ഈ പ്ലാന്റിൽ. അത് മണ്ണിൽ നട്ടുകൊണ്ടാണ്. പോട്ടിൽ നടുമ്പോൾ നമ്മൾ ഇത്രയും വലിയ ഇലകൾ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയും നീളത്തിൽ ഇത് വളർന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി നടുവാണ്. മാറ്റി നടുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്താണ്ടോ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടോ, നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഓരോ ഇലയും വെച്ച് നല്ലപോലെ പൈപ്പിൽ വെച്ചൊന്ന് ക്ലീൻ ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്നത് പ്ലാന്റിൻ്റെ ഹെൽത്തിനും ലുക്കിനും നല്ലതാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഇപ്പോൾ നമ്മൾ മഴയൊക്കെ കൊണ്ട് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ചെടി. ഇതിപ്പോൾ ഞാൻ നട്ടേക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു തെങ്ങിലാണ്. അതിപ്പോൾ അങ്ങനെ അങ്ങ് പടർന്ന് വളർന്നോളും. ഇതുപോലുള്ള ഇലച്ചെടികളുടെയൊക്കെ പ്രത്യേക അട്രാക്ഷൻ തന്നെ അതിൻ്റെ ഇലകളല്ലേ. അപ്പം നമ്മൾ ഈ ഇലകൾ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല ലുക്കും ഹെൽത്തും തരാൻ സഹായിക്കും. ഇതിപ്പോൾ ഉള്ളത് നല്ല ഷെയ്ഡുള്ള ഏരിയയിലാണ്, അതുകൊണ്ട് ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് നടാം. ഇതും അതേ വെറൈറ്റിയുടെ വേറൊരു തൈയാണ്. ഇത് അത്യാവശ്യം നല്ലപോലെ ലെമൺ ഗ്രീൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ നല്ലൊരു ഷെയ്ഡുള്ള ഏരിയയിലാണ് ഞാൻ നട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു കളർ വന്നത്. കണ്ടോ, ഈ ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ നട്ടുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നട്ടതും ആ കളറിലൂടെ വരും. ഇത് ചെറുതാണ്, ഇത് വളർന്ന് വരുന്നതേ ഉള്ളൂ. ഇതും വലിയ ഇലയാവാനാണ് ഡയറക്റ്റ് മണ്ണിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലാന്റാണ്. എനിക്ക് ഫസ്റ്റ് മണി പ്ലാന്റ് വെച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വെറൈറ്റി ഇതായിരുന്നു. കാരണം എനിക്കന്ന് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് നടേണ്ടത്. കാരണം ഞാൻ നല്ല വെയിലത്തൊക്കെ നടുമ്പം ഇതിൻ്റെ കളർ ഇതുപോലൊക്കെ ആവുമായിരുന്നു. അപ്പോൾ ഈ ഒരു കളറ് ഫുള്ളാവുമായിരുന്നു. അപ്പോൾ എനിക്കത് വലിയ പിടുത്തമില്ലായിരുന്നു. പിന്നീട് നമ്മളതിൻ്റെ ലൈറ്റിങ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് നല്ല ഷെയ്ഡ് ഏരിയയിൽ വെച്ച് വന്ന ശേഷമാണ് നല്ലൊരു കളറിന് വരാൻ തുടങ്ങിയത്. നല്ല ഒരു ലെമൺ ഗ്രീൻ ഉണ്ട്, ഈ പാൽപ്പച്ച കളർ മുമ്പോട്ട് പോകുമ്പോൾ നല്ലപോലെ വരും. അപ്പോൾ അതൊക്കെ വന്നു തുടങ്ങി അതിന് ശേഷമാണ്. അതിനുശേഷം ഈ പ്ലാന്റ് നല്ല ഇഷ്ടമാണ്. കാരണം നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ്. കെയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഷെയ്ഡായിട്ടുള്ള ഏരിയയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നല്ലപോലെ നിങ്ങൾ മണ്ണിലാണ് നടന്നതെങ്കിൽ നല്ല വലിയ ഇലയായിട്ട് വന്നോളും. അത് സീനൊന്നുമില്ല. അതായത് നിങ്ങൾ പോട്ടിലാണ് നടന്നതെങ്കിൽ അത്ര വലിയ ഇലയാവില്ല, ചെറിയ ഇലയായിരിക്കും. പക്ഷെ നല്ല ഭംഗിയുള്ള കളറായിരിക്കും. ഈ കളർ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നീട് സാധാ പോലെ വളം വേണമെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയോ അതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഞാനും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ വലിയ വളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ എന്തായാലും ചുമ്മാ ഒരു കൊച്ചു വീഡിയോ ഇടാന്ന് പറഞ്ഞ് വന്നതാണ്. കാരണം ഈ പ്ലാന്റ് എന്തായാലും വലുതായി ഒന്ന് മാറ്റി നടന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ചുമ്മാ എടുത്താണ്. അപ്പോൾ ഇനിയും നല്ലപോലെ ഗാർഡനിങ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.